ഹലോ ഗൈസ്, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ബ്രെഡ് പിസ്സ ആണ്. അത് നമ്മുടെ കുഞ്ഞുമക്കൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനും രാത്രി ഡിന്നറായിട്ട് കൊടുക്കാനും അല്ലെങ്കിൽ 4 മണി പലഹാരമായിട്ടും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഞാനിതിന് വേണ്ടിയിട്ടൊരു 4 സ്ലൈസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 25 ഗ്രാം ബട്ടർ റൂം ടെമ്പറേച്ചറിൽ ഒരുക്കിയതായിരിക്കണം കേട്ടോ. ഫ്രിഡ്ജിൽ നേരിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ അതിലേക്ക് വേണ്ട മസാല എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ചില്ലി ഫ്ലേക്സ് ചേർത്താൽ, ചെറിയ എരിവൊക്കെ ഉണ്ടാവണം. പിന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളി, പിന്നെ 2 ടീസ്പൂൺ മല്ലിയില അരിഞ്ഞത്, പിന്നെ ഓറിഗാനോ, പിസയിലൊക്കെ ചേർക്കുന്ന ഓറിഗാനോ ചേർക്കണം. പിന്നെ ഒരു നുള്ളു ഉപ്പ്. നമ്മൾ ബട്ടറിൽ ഉപ്പില്ലാത്തതാണെങ്കിൽ, ഉപ്പുള്ളതാണെങ്കിൽ ഉപ്പ് ചേർക്കണ്ട, അല്ലെങ്കിൽ നമ്മൾ ഉപ്പ് തീർച്ചയായിട്ടും ചേർക്കണം. പിന്നെ ഇതിലേക്ക് വേണ്ട ഫില്ലിങ്സ് എന്താണെന്ന് വെച്ചാൽ ഒരു പകുതി ക്യാരറ്റ്, ഒരു വലിയ നീളമുള്ള പകുതി ക്യാരറ്റിൻ്റെ പകുതി, വലിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതി, അതുപോലെ ഒരു ടൊമാറ്റോ പകുതി ചെറുതായിട്ട് അരിഞ്ഞ് വയ്ക്കാം. ചീഞ്ചട്ടിയിൽ നമ്മൾ കുറച്ച് ഒലീവ് ഓയിൽ ഒഴിച്ച്, ഒലീവ് ഓയിലാണെങ്കിൽ ഒന്നുകൂടി ഹെൽത്തിയാണ്, ഒമേഗ 3 ഫാറ്റി ആസിഡ് ഉള്ളതാണ്. അതിലിട്ട് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കുക. വാട്ടിയെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ടൊമാറ്റോയിൽ വെള്ളമെല്ലാം നല്ലപോലെ വലിയാനായിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ വാട്ടിയെടുക്കുക. പിന്നെ നമ്മുടെ 4 കഷ്ണം ബ്രെഡ് എടുത്ത് വെച്ചാൽ നമ്മൾ ബ്രെഡ് സ്പ്രെഡ് ചെയ്ത് ബട്ടർ സ്പ്രെഡ് ചെയ്ത് വയ്ക്കുക. ബട്ടർ മസാല സ്പ്രെഡ് ചെയ്ത് വയ്ക്കുക. സ്പ്രെഡ് ചെയ്ത് വെച്ച് നമ്മളൊരു തവ അടുപ്പത്ത് വെച്ച് നല്ല പോലെ ചൂടാകുമ്പോൾ അതിൻ്റെ നമ്മൾ ബട്ടർ സ്പ്രെഡ് ചെയ്ത ഭാഗം കമത്തി വെച്ച് അതിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ഫില്ലിങ്സ് വെച്ച് അതിൻ്റെ മീതെ ഒരു സ്ലൈസ് ചീസും വെച്ച്, പിന്നെ അതിൻ്റെ മീതെ നമ്മൾ ഒരു സ്ലൈസ് ബ്രെഡും കൂടെ വെച്ച് 2 വശവും നല്ലപോലെ അടച്ചു വെച്ച് ഒന്ന് സിമ്മിൽ വേണം വേവിക്കാൻ, ഹൈയിലിട്ടാൽ മൊത്തം കരിഞ്ഞു പോകും. അപ്പോൾ നല്ലപോലെ അടച്ചു വെച്ച് ആ തീയിൽ ചെറുതായിട്ട് ഉള്ളിലൊരു ചൂടൊക്കെ തട്ടുമ്പോൾ ആ ചീസൊക്കെ അലിയും. അപ്പോൾ നമ്മുടെ 2 വശം മൊരിച്ചെടുത്തു. ഓക്കെ, അപ്പോൾ ഇത് റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അടുത്ത വീഡിയോ വരെ. ഓക്കെ, ബായ്.